നല്ലൊരു നേതാവാണ്, സങ്കടമുണ്ട്. നല്ലൊരു മനുഷ്യനായിരുന്നു. നല്ലൊരു മനുഷ്യനായിരുന്നു. വിഷമമുണ്ട്. ഒന്നും പറയാനില്ല സഹോദര, വളരെ വിഷമത്തിലാണ്. ഒരു തലമുറയെ രാഷ്ട്രീയ ബോധം പഠിപ്പിച്ച മനുഷ്യനല്ലേ. താങ്ക് യു. ഒന്നും പറയാനില്ല. ഇത്രയും ജനകീയനായ ഒരു നേതാവിനെ കാണാനാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇത്രയും നമ്മൾ 40 വർഷം കൊണ്ട് കേൾക്കുന്ന ഒരു പേരാണ്. അപ്പോൾ ആ ഒരു നേതാവിനെ ഒന്ന് അവസാനമായ ഒരു പ്രാവശ്യം കാണാനായി വന്നതാണ്. സച്ചിദാനന്ദനെ കാണാൻ വന്നത്. അല്ല, വി എസിനെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. അല്ല, എല്ലാ കാര്യത്തിലും നമ്മൾ അത്രയും സ്നേഹത്തോടെ അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ കാര്യത്തിലും, എല്ലാ നാട്ടിലും, എല്ലാ കാര്യത്തിലും. വി എസ് മാത്രം, വി എസിന് പകരം വി എസ് മാത്രം. നമുക്ക് 2 നേതാവ്, ഒരു ലീഡറും ഒരു വി എസും. വി എസിന് പകരമായിട്ട് വേറൊരാളുണ്ടാകില്ല. ഇനി ആരെങ്കിലും പുതുതായിട്ട് ഉണ്ടായി വരണം. വി എസിന് പകരം വി എസ് മാത്രം. വി എസിനെ ഒരു നോക്ക് കാണുക, അതാണ് സങ്കടത്തോടെ നിൽക്കുന്നത്. കാണാൻ വേണ്ടി വന്നതാ, കുട്ടികൾക്ക് കാണണമെന്ന് പറഞ്ഞ് അങ്ങനെ വന്നതാ. ഇഷ്ടമാണ്. കൊണ്ടുകൂടി വന്നത് കുട്ടിയെ കാണാൻ വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നത്. കുട്ടിയൊക്കെ അതുപോലെ കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് കൂടി വന്നത്. വി എസിനെ കാണാൻ വേണ്ടി, അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ വേണ്ടി വന്നതാണ്. ഇഷ്ടമായിരുന്നു. ആക്ച്വലി നമ്മുടെ ഫാമിലി തൊട്ട് വി എസിന്റെ പാത പിന്തുടർന്ന് വരുന്ന വളരെ ഇഷ്ടം, വലിയ ഇഷ്ടം, വലിയ ഇഷ്ടമാണ്. നിലപാടുകളുള്ള ഒരു മനുഷ്യനാണ്. ഒരു വ്യക്തിപരമായിട്ട് എല്ലാ കാര്യത്തിലും നല്ലൊരു മനുഷ്യൻ. അദ്ദേഹത്തെ കാണാൻ വേണ്ടിയാണ് വന്ന് നിൽക്കുന്നത്. കാത്തിരിക്കുകയാണ്. അത്രമേൽ പ്രിയപ്പെട്ട വ്യക്തിയാണ്. പറയാനുള്ള അദ്ദേഹം നല്ല ഒരു പാർട്ടിയുടെ നേതാവായിരുന്നു. നല്ല ജനങ്ങൾക്ക് കൊള്ളാമെന്നുള്ള ഒരു ആളായിരുന്നു എന്ന് മാത്രം പറയാനേ പറ്റൂ. പാവപ്പെട്ടവൻ്റെ നേതാവ് വി എസ്, സാധാരണക്കാരുടെ നേതാവ്. ഏറ്റവും നല്ല മുഖ്യമന്ത്രിയായിരുന്നു. ഏറ്റവും നല്ല നേതാവാണ്. വളരെ സ്നേഹിക്കുന്നുണ്ട് ഞങ്ങൾ ഒരുപാട് അധികം സ്നേഹിക്കുന്ന അദ്ദേഹത്തെ. കരുത്തറ്റ നേതാവാണ്. ഇതുപോലൊരു മനുഷ്യന് വരാനില്ല നമ്മളെ ജീവിതത്തിലും എല്ലാത്തിലും. ഭയങ്കര ഒരു സങ്കടമായിപ്പോയി. വാക്കുകളില്ല അദ്ദേഹത്തിനെ കുറിച്ച് പറയാൻ. അതെ, ഒന്ന് കാണണം. വി എസിനെ ഓർക്കുമ്പോൾ വിതുമ്പുകയാണ് ആളുകൾ. അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു വി എസ് അവർക്ക്. ധാരാളം ആളുകളാണ് വഴിനീള വി എസിനെ കാത്തു നിൽക്കുന്നത്. ഒരു വിപ്ലവ സ്വരം കൂടി അവസാനിച്ചു. അതാണ് സാധാരണക്കാർ പറയുന്നൊരു കാര്യം. വി എസിനെ കാത്തു നിൽക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാം വഴിനീളെ. വിപ്ലവ സൂര്യൻ അവസാനിച്ചുവെന്ന് ചില ആളുകൾ പറയുന്നു. മറ്റു വി എസിനെ അഭിവാദ്യം ചെയ്യാൻ വേണ്ടി അവസാനമായി ഒരു നോക്ക് കാണാൻ. എന്തൊരു പറയാൻ, വി എസ് നമ്മളെ സഖാവാണ്. പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമല്ല. നല്ലൊരു വ്യക്തിയായിരുന്നു. ആളുകൾക്ക് കണ്ണീരിൽക്ക് പറഞ്ഞ ഒരു അന്ത്യചുംബനം. ആളുകൾക്ക് വലിയ വിഷമമാണ് വി എസ് പോയി എന്നാണ് അവർ പറയുന്നത്. വി എസ് തങ്ങളുടെ സഖാവാണെന്നും വി എസ് പോയി എന്നും പറയുന്നു. വളരെ വിഷമത്തോടെ കാത്തു നിൽക്കുന്ന വി എസ് നടത്തിയ പോരാട്ടങ്ങളുടെ ആവേശം ഉൾക്കൊണ്ട് നിൽക്കുന്ന ആളുകളും തിരുവോരങ്ങളിൽ കാണാൻ സാധിക്കും. വി എസിനായി അനന്തപുരിയുടെ മണ്ണിൽ, വി എസിനായി തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ എല്ലാ ആളുകളും വി എസിനായി കാത്തു നിൽക്കുകയാണ്. സഖാവ് വി എസ് അച്യുതാനന്ദന്റെ മൃതശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയാണ് ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരുന്നത്. വി എസിനെ ഒരു നോക്കു കാണുവാൻ, അവസാനമായി കാണുവാൻ പതിനായിരങ്ങളാണ് തിരുവനന്തപുരത്തിൻ്റെ തിരുവോരങ്ങളിൽ കാത്തു നിൽക്കുന്നത്. വി എസ് അച്യുതാനന്ദനെ അത്രമേൽ ഇവർ സ്നേഹിച്ചിരുന്നു. വി എസ് വരികയാണ്. വി എസിനെ എങ്ങനെ ഓർക്കുന്നു? ധീരനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ധീരനായ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ. കമ്മ്യൂണിസ്റ്റ് പാവങ്ങൾക്ക് വേണ്ടി ജീവിതം മുഴുവനും അർപ്പിച്ച ഒരു നേതാവ്. പാവങ്ങളെ ചേർത്ത് പിടിച്ച നേതാവ്. കമ്മ്യൂണിസം എന്ന് പറയുക, കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളെ മുറുകെ പിടിച്ച നേതാവ്.
നേതാവിന് കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളെ മുറുകെ പിടിച്ച നേതാവ്, പാവങ്ങളുടെ നേതാവ് എന്നാണ് ഓരോ ആളുകളും ഓർത്തെടുക്കുന്നത്. വി എസിനെ കാത്തു നിൽക്കുകയാണ്. എങ്ങനെ ഓർക്കുന്നു? മൃതശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നു വരികയാണ്. വി എസിനായി കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ തിരുവനന്തപുരത്തും തിരുവോരങ്ങളിൽ വി എസിനായി ആയിരക്കണക്കിന് ആളുകൾ കാത്തു നിൽക്കുന്നു. വി എസ് വരികയാണ്. വി എസിനെ എങ്ങനെയാണ് ഓർക്കുന്നത്? അതെ അതെ, വി എസിന് ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. അത്രമേൽ പ്രിയപ്പെട്ട നേതാവ്. അത്രയും പ്രിയപ്പെട്ട വിപ്ലവത്തിന്റെ കാണാൻ നിൽക്കുക. കൊച്ചുകുട്ടികൾ പോലും വി എസിനെ കാണണം, അവസാനമായി ഒരു നോക്ക് കാണണമെന്ന ആഗ്രഹത്താൽ ഈ തിരുവോരങ്ങളിൽ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ്. ഈ ഒരു ജനകീയ നേതാവ് എങ്ങനെയാണ് വി എസ് അച്യുതാനന്ദൻ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവനായി എന്നുള്ളത് ഈ ആളുകളുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. അത്രമേൽ പ്രിയപ്പെട്ടതാണ് ജനങ്ങൾക്ക്. അതുകൊണ്ടാണ് പ്രായവും ഒന്നും വ്യത്യാസമില്ലാതെ പ്രായഭേദമന്യേ ആളുകൾ വി എസിനായി തിരുവോരങ്ങളിൽ കാത്തു നിൽക്കുന്നത്. വി എസ് വരികയാണ്. വി എസിനായി കാത്തു നിൽക്കുകയാണ്. ഒന്ന് കാണണം, അവസാനമായിട്ടൊന്ന് കാണണം. വി എസ് നമ്മുടെ നേതാവല്ലേ, ഒരിക്കലും മറക്കാൻ പറ്റാത്ത നേതാവുണ്ട്. അങ്ങനെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത നേതാവെന്നാണ് വി എസിനായി കാത്തു നിൽക്കുന്ന ആളുകൾ പറയുന്നത്. കരുത്തുറ്റ നേതാവ്, കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച നേതാവ് എന്ന തരത്തിലാണ് വി എസിനെ ആളുകൾ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ വി എസിനെ പ്രിയപ്പെട്ട ജനത ഒരു നോക്ക് കാണുവാൻ വി എസിന്റെ വാഹനം ദൂരെ എത്തുമ്പോൾ അതിലേക്ക് നോക്കി നിൽക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. ആ അവസാനമായി വിലാപയാത്ര കടന്നു പോകുമ്പോൾ അത്രയധികം ആളുകളാണ് വി എസിനെ കാത്തു നിൽക്കുന്നത്. പ്രായഭേദമന്യേ വി എസിനായി കാത്തു നിൽക്കുവാണ്. വി എസ് വരികയാണ്. എങ്ങനെയാണ് ഓർക്കുന്നത്? നമ്മുടെ ചങ്കാണ്, നമ്മുടെ സഖാവാണ്. വളരെ വിഷമമുണ്ട്. അദ്ദേഹം നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു. ജനങ്ങളുടെ എല്ലാം ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. വി എസിനെ എങ്ങനെയാണ് നിങ്ങളൊക്കെ ഓർത്തെടുക്കുന്നത്? സഖാവ് വി എസ് എന്ന് പറഞ്ഞാൽ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് ഞങ്ങളുടെ.